15 വയസ്സുള്ള ട്രിപ്പോളിയൻ മണൽത്തരികളെ ഇടം കൊണ്ട് ചെഞ്ചാരി വഹിച്ച 15 വയസ്സുകാരിയായ പൊന്നുപോലെ ചോരയാണ് നബിയെ എന്റെ ഈ കയ്യിലുള്ളത്. അതുകൊണ്ട് നബിയെ സ്വീകരിച്ചാൽ നബിയെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് സാലിഹത്തായ പെണ്ണാകാൻ നിങ്ങൾ തയ്യാറാകണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തദ്ഖുലൂ അലൽ മുഗയ്യബാ, ഭർത്താക്കന്മാര് വീട്ടിലില്ലാത്ത വിദേശത്തുള്ള ഭർത്താക്കന്മാർ, വിദേശത്തുള്ളവരുടെ ഭാര്യമാര്, പ്രവാസികളുടെ ഭാര്യമാരെടുത്ത് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ലാതെ 16 മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരി റബ്ബിലേക്ക് അടുക്കുമ്പോ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിനക്കെന്റെ 100 സ്വലാത്ത് ചൊല്ലിക്കൂടെ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നിനക്ക് സ്നേഹിച്ചുകൂടെ? അതുകൊണ്ട് സഹോദരി, എന്റെ വീട്ടിലേക്ക് വരുന്ന മാഗസിനുകളുണ്ടല്ലോ, എന്റെ വീട്ടിലേക്ക് വരുന്ന ഫാമിലി മാഗസിനുണ്ടല്ലോ, മാസികകളുണ്ടല്ലോ, ഏത് മാസികകളാണ് ഈ തെരഞ്ഞെടുക്കുന്നത്? സെറ്റിന്റെ മാസികകളാണ്. എന്റെ മൊബൈലിൽ സെറ്റാണ്, എന്റെ വീട്ടിൽ സെറ്റാണ്, എന്റെ മനസ്സിന്റെ സെറ്റാണ്. കന്യകയിൽ 9 പേജുകൾ സെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീയിൽ 8 പേജുകൾ സെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. മഹിളാ രംഗത്തിൽ 4 പേജുകൾ സെറ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോ, വനിതയിൽ 3 പേജുകൾ സെറ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോ, സ്നേഹതീരത്തിൽ 2 പേജുകൾ സെറ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോ, ഗ്രഹലക്ഷ്മിയിൽ 1 പേജ് സെറ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്നെ കുഴപ്പിക്കാൻ പലരും ലോകത്ത് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരി, നീ ഒന്ന് നന്നാകുമോ? നീ സാലിഹത്തായവരിൽ പെട്ടുപോകുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 3 ഹദീസോട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. എന്താണ് പ്രവാചകർ പറഞ്ഞത്? ഇദാ ഖറബത്തിൽ ബൈത്ത് മർഅത്തു മിൻ ബൈത്തി സൗജിഹാ, കല്യാണം കഴിഞ്ഞ സഹോദരി, നിനക്ക് ഒരുപാട് ബാധ്യതകളും ബന്ധങ്ങളുമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയില്ല. ഒരു സ്വാലിഹത്തായ പെണ്ണാരാണെന്നറിയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഏതെങ്കിലും പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കപ്പെടില്ല. അവൾ മടങ്ങി വരുന്നത് വരെ വന്നിട്ട് ഭർത്താവിനൊരു ശൈഖാണ്ട് ചെയ്യുന്നത് വരെ പെണ്ണേ, നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കപ്പെടില്ല. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു പെണ്ണ് നിസ്കരിച്ചു, പെണ്ണിന്റെ ഭർത്താവിന്റെ ദുആ ചെയ്തിട്ടില്ല. പെണ്ണീ, നിന്റെ ഉപ്പാക്ക് നീ ദുആ ചെയ്തു, നിന്റെ ഉമ്മാക്ക് നീ ദുആ ചെയ്തു, നിന്റെ ആങ്ങളക്ക് നീ ദുആ ചെയ്തു, നിന്റെ കാരണവന് നീ ദുആ ചെയ്തു, നിന്റെ മക്കൾക്ക് വേണ്ടി നീ ദുആ ചെയ്തു, നിന്റെ ഭർത്താവിന് നീ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അവിടെ നിസ്കാരത്തെ അല്ലാഹു മടക്കപ്പെടുന്നതാണ്. ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്നത് വരെ. അതുകൊണ്ട് ഭർത്താവിന്റെ ദുആ ചെയ്യാത്ത ദുആ അല്ലാഹു സ്വീകരിക്കില്ല. കേട്ടോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ മേലുള്ള ബാധ്യതകൾ എന്താണ് നബിയെ, ഹക്കെന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അല്ലാ തംനഅ നഫ്സഹാ, പെണ്ണേ നീ നിന്റെ ശരീരത്തെ തടയാതിരിക്കലാണ്. വലൗ കാനത്ത് അലാ ലഹുൽ ഖതബ്, നീ ഒരു അടുപ്പിന്റെ അടുത്താണുള്ളത്, ഭർത്താവ് നിന്നെ ക്ഷണിച്ചു,
വിരിപ്പറയിലേക്ക് നീയെങ്ങാനും എനിക്കിപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമളാൻ മാസത്തെ നോമ്പല്ലാത്ത മറ്റു സുന്നത്ത് നോമ്പുകള് നീ ഭർത്താവിന്റെ സമ്മതമില്ലാതെ നോക്കു കഴിഞ്ഞാൽ അതേ നീ അനുവാദമില്ലാതെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വീട്ടുന്ന പോയ പെണ്ണേ നീ ഒറ്റക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ റഹ്മത്തിന്റെ മലക്കുകൾ നിന്ന് ശപിക്കുന്നതാണ്. അദാബിന്റെ മലക്ക് നിന്ന് ശപിക്കുന്നതാണ്. നീ മടങ്ങി വരുന്നത് വരെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, ഒരു സ്വാലിഹത്തായ പെണ്ണാകാൻ, അല്ലാതെ റസൂലിന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണാകാൻ കണ്ടില്ലേ നിങ്ങള്? ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ ഞാൻ പറയട്ടെ, അല്ലാതെ റസൂലിനെ സ്നേഹിക്കുന്നൊരു പെണ്ണാകണ, അല്ലാതെ റസൂലിന്റെ റൗള എനിക്ക് കാണണം. അതല്ലല്ലോ പെണ്ണെ നീ ഇന്ന് ആഗ്രഹിക്കുന്നത്. നിനക്കൊന്ന് മോഡലാകണ, നിനക്കൊന്ന് സ്റ്റൈലാകണ, നിനക്കൊന്ന് സിനിമയാകണ, നിനക്കൊന്ന് കാർഗകളാകണ, അങ്ങനെ നിനക്ക് നായികയും നർത്തകിയുമാകണ. അങ്ങനെ ഈ പരിഷ്കാരത്തിന്റെ പ്രതീക്ഷയിൽ കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്ന യൂറോപ്യന്റെ തന്ത്രമാണ്, യൂറോപ്യന്റെ തന്ത്രമാണ്. ക്രീമുകളും പെണ്ണെ നീ പുരട്ടിയിട്ട് ഒരു മാതാമയെ പോലെയായി ബിസിനസ്സിൽ കൊടുത്തുകൂട്ടാൻ ആഗ്രഹിക്കുമ്പോ നിനക്കറിയുമോ, ഭരണത്തിൽ അല്ലാതെ റസൂലിന്റെ പല്ല് പൊട്ടിപ്പോയില്ലേ? അവിടുത്തെ ചുണ്ടിൽ നിന്ന് ചോര വന്നപ്പോൾ ഒരു കിംവദന്തി പറഞ്ഞില്ലേ, മുഹമ്മദ. ഒരു മുനാഫിക്കുകാരൻ വിളിച്ചു പറഞ്ഞു, മുഹമ്മദിനെ ഞാൻ വധിച്ചിരുന്നു. ആ വാർത്തയിതാ ദൂരൊരു പെണ്ണ് കേൾക്കുന്നു. പെണ്ണിന് സമാധാനമില്ലാതെ ചെറിയ കൂരയിൽ നിന്ന് പെണ്ണ് ഓടി വരികയാ. ഭരണാങ്കണത്തിലേക്ക് കടന്നു വന്ന പെണ്ണ് ചോരയിൽ കുറിച്ച മനുഷ്യന്മാരെ കാണുന്നു, കാലിപ്പടിക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോ ഓടി വന്ന പെണ്ണോട് പറഞ്ഞു, പെണ്ണേ ഈ കിടക്കുന്നത് ആരാണെന്നറിയുമോ? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് കിടക്കുന്നത്. പെണ്ണേ ഞാനെന്റെ ഭർത്താവിനെ കാണാനല്ല വന്നത്. പെണ്ണേ നിന്റെ ഉപ്പയെ കിടക്കുന്നത്, ഞാനെന്റെ ഉപ്പാരെ കാണാനല്ല വന്നത്. പെണ്ണേ നിന്റെ ആങ്ങളയായി ഇവിടെ കിടക്കുന്നത്, ഞാനെന്റെ ആങ്ങളയെ കാണാനല്ല വന്നത്. എന്റെ ഹബീബിവിടെ, എന്റെ ഷഫീയുടെ, എന്റെ നേതാവിവിടെ, എന്റെ റസൂലിവിടെ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. നബിയേ എന്തെങ്കിലും സംഭവിച്ചോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് പെണ്ണ് ശ്വാസം വിട്ടതെങ്കിൽ അങ്ങനെ പ്രവാചക സ്നേഹികളാകുന്ന സഹോദരിയാകാൻ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഇവിടെ നടക്കുന്ന ക്ലാസുകളിൽ പങ്കെടുക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കുന്നൊരു പെണ്ണാകാൻ, ഭർത്താവിന്റെ ഏത് വശങ്ങളോ മാറ്റിവെക്കാൻ കഴിയുന്ന പെണ്ണാകണമെന്ന് കിട്ടുകയില്ല. ഇതാ ഭർത്താവ് നിന്നിലേക്ക് നോക്കിയാൽ നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണം. പണി കഴിഞ്ഞ് അധ്വാനിച്ച് രാത്രി വരുന്ന ഭർത്താവിന് വാതിൽ തുറന്നു കൊടുക്കേണ്ടത് പെണ്ണേ നിന്റെ മകളല്ല, ഭാര്യയാണ് വാതിൽ തുറന്നു കൊടുക്കേണ്ടത്. അങ്ങനെ നിന്നെ കണ്ടാൽ അവന്റെ മനസ്സിന്റെ ദുഃഖം നീങ്ങണം, അവനെ നിനക്ക് സ്വീകരിക്കാൻ കഴിയണം. അതിന് നീ ഒരു സ്വാഭാവികമായ പെണ്ണായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ. പെൺമക്കളെ സ്നേഹിക്കാൻ, പെൺമക്കളെ സ്നേഹിക്കാൻ, പാവപ്പെട്ടവർക്ക് ആരുടെ ഭാര്യയുടെ വിഷമങ്ങൾ അറിയാൻ, അവളെ മോഹിക്കാതിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. നാളെ രാവിലെ എനിക്ക് പെരിന്തൽമണ്ണയിലേക്ക് നാളെയും മറ്റന്നാളും 10,000-ഓളം വരുന്ന ആളുകൾ സംഘടിക്കുമെന്ന് പറഞ്ഞൊരു പരിപാടിയിൽ നാളെയും മറ്റന്നാളും പെരിന്തൽമണ്ണയിലെ ശിഹാബ് നഗറിൽ പാഴേലി മൈതാനത്ത് 2 ദിവസത്തെ വയലുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
വലിയ പരിപാടിയാണ്. നിങ്ങളൊക്കെ ആ പരിപാടി വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് നിർത്തുന്നു. ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ തൗഫീഖ് ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. കാരണം എല്ലായിടത്തും പ്രസംഗിക്കുന്ന പോലെ, കാരണം എന്റെ മുമ്പിലുള്ള എന്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ പ്രിയപ്പെട്ട മറ്റുള്ള സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കേണ്ടതുപോലെ അല്ല എനിക്കിവിടെ പ്രസംഗിക്കാൻ കഴിയുന്നത്. കാരണം വളരെ അതബോടും വളരെ സ്നേഹത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലേക്ക് വരുവാൻ, പ്രിയപ്പെട്ടവരെ, എത്രയായാൽ ഈ നാടുമായിട്ടുള്ള ബന്ധം. പല ആളും പറയാറുണ്ട്, നിങ്ങൾ പേര് മാറ്റി അബ്ദുൽ അഷ്റഫി പാണത്തൂർ എന്ന് മാറ്റിക്കൂടെ, എന്റെ സ്ഥലത്തിന്റെ പേരുടെ. ഞാൻ എന്റെ വളർന്നു വന്ന നാടാണ്, ആ നാടിന്റെ പേര് എനിക്ക് മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും പോകരുത്, എല്ലാവരും ദുആയിൽ പങ്കെടുക്കണം. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവണം. വിടുന്നതിന് മുമ്പ് അവന്റെ ദോഷങ്ങൾ തുറക്കുക. മാത്രമല്ല, ഇന്ന് കണ്ടവരെ നമുക്ക് നാളെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും മുസാഫത്ത് ചെയ്ത് അവിടെ തന്നെ ഇരിക്കുക. ഇന്ന് പെണ്ണുങ്ങളെ ഭാഗത്ത് വക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായി എല്ലാവരും സദഖ ചെയ്യണം. ലോകത്തിന്റെ നേതാവ് ശഫീഉനാ റസൂലുള്ളാഹി ആ പ്രവാചകൻ മീതെ സ്വലാത്ത് ചൊല്ലി എന്റെ പ്രിയപ്പെട്ട എല്ലാവരും മുസാഫ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദുആയിൽ പങ്കെടുക്കണം. എല്ലാവരും ഒന്ന് അടുക്കലേക്ക് വരിക. അല്ലാഹു അനുഗ്രഹിക്കണം. എല്ലാവരും അടുക്കലേക്ക് വരിക. എനിക്ക് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളോട് ഉപദേശിക്കേണ്ട അർഹത ഇല്ല എന്ന് ഉണർത്തുന്നു. അതുകൊണ്ട് എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ മുഅ്മിൻ ഉസ്താദിന്റെ മോനാണ്. അതുകൊണ്ട് എല്ലാവരും മുസാഫത്ത് ചെയ്തോ. നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാതെ വിളിച്ച് ഭാഗ്യം നൽകട്ടെ. അതിനുവേണ്ടി എല്ലാവരും ദുആ വിജയം പോകാൻ പാടും. ഉസ്താദിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കണം. നമ്മളെ മുഅ്മിൻ ഉസ്താദിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വേണ്ടി ഇരിക്കണം. എല്ലാവരും മുസാഫത്ത് ചെയ്ത് സ്റ്റേജിൽ തന്നെ ഇരിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ആരും പോയല്ല, നമ്മൾ ഉസ്താദിന്റെ മോനല്ലേ. എല്ലാവരും ഇരുന്നിട്ട് ദ്വാരക്കുകൾ പോയിക്കോളൂ. എല്ലാവരും ഇരിക്കണം. പോയല്ല പോയിക്കോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഉസ്താദിന്റെ മോനല്ലേ. നമ്മുടെ നാട്ടിൽ പോയിക്കൊണ്ട് സേവനം ചെയ്യുന്നതല്ലേ. ഉസ്താദിന്റെ മോൻ ദ്വാരിക്കുമ്പോ ഒന്നുകൂറ്റായില്ലേ. കുറെ കൊല്ലം നമ്മുടെ നാട്ടിൽ വേണ്ടി കുറെ കുട്ടികൾ പഠിപ്പിച്ചതല്ലേ എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും അവസാനത്തെ രക്തം കിട്ടാൻ വേണ്ടിയിട്ട് മോൻ ദ്വാരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറയുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും പോയല്ല, ആരും പോയല്ല. പോയി കഴിഞ്ഞിട്ട് പോയാൽ മതി. നമ്മൾ ഉസ്താദിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാവരും സ്റ്റേജിൽ തന്നെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദിന്റെ പൊരുത്തത്തിനോടൊപ്പം തന്നെയാണ് നമ്മൾ 4-5 ദിവസം കൊടുത്ത സൗദാക്കന്മാരോ അഭ്യർത്ഥികളാണ് ഇരിക്കുന്നത്. ഇത് എല്ലാവർക്കും കിട്ടാൻ നമ്മൾക്ക് കിട്ടിയ പോലത്തെ ഭാഗ്യം സൗദാക്കന്മാർക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ടോ. അതുകൊണ്ട് സൗദാക്കന്മാർക്ക് കിട്ടിയ മണ്ണാണ്. നിങ്ങളെല്ലാവരും ഉസ്താദിന്റെ മുൻകാർക്കും വേഗിന് പോയാൽ മതി. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد
മുഹമ്മദ് അർഹമർ-റഹ്മാനായ ജല്ല ജലാലായ അല്ലാഹുവായ റബ്ബേ ശാബത്തുള്ളാഹി നമ്മളുടെ കരങ്ങൾ നീ സ്വീകരിക്കണം അല്ലാഹ് ഒരു ചെറുതും വലുതുമായ സർവദോഷങ്ങളും നീ വിട്ടുകൊടുത്ത് അപവാദനം അല്ലാഹ് ദുനിയാവിൽ ജീവിച്ച് ദുനിയാവിൽ ഒരുക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ് അല്ലാഹുവേ നിങ്ങളുടെ ആത്മത്തെ നന്നാക്കണേ അല്ലാഹ് അല്ലാഹുവേ നിങ്ങളുടെ ആത്മത്തെ നന്നാക്കണേ അല്ലാഹ് അല്ലാഹുവേ നിന്റെ അവതാരം കൊണ്ട് സർവ്വം നിർബന്ധമാക്കണം അല്ലാഹ് അല്ലാഹുവിന്റെ അവതാരം കൊണ്ട് നരകം വിശുദ്ധമാക്കണം അല്ലാഹ് സ്വർഗത്തിന്റെ മോദയിൽ ഒരു ഇഞ്ച് തടമെങ്കിലും തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ലാഹ് അല്ലാഹുവേ കത്തിക്കാടുന്ന ഭയാനകരമായ പലവിധമായ നരകാഗ്നി നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണിക്കല്ല നിങ്ങൾ ശാരങ്ങളാണ് വിവരം കുറഞ്ഞവരാണ് അവന് കുറഞ്ഞവരാണ് വറക്കത്ത് കിടക്കുന്ന മഹാവിധന്മാരുടെ വറക്കത്തുകൊണ്ട് ശാലിഹീങ്ങളുടെ വറക്കത്തുകൊണ്ട് നിങ്ങൾക്ക് കരുക്കളെ നീ സ്വീകരിക്കണമല്ല ഞങ്ങളെ നീ പരാതികളിൽ കൊടുക്കല്ല തിരുത്ത് വലിച്ചെറിയല്ല അല്ലാതെ കൊടുക്കാൻ അനുഭവമില്ല അങ്ങനെ ആയുസിനേക്കാളും നീ ഞങ്ങൾക്ക് ദിവസങ്ങളൊക്കെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയല്ല ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണമല്ല അല്ലാതെ നീ ഞങ്ങളെ നന്നാക്കണമല്ല നന്നാക്കണമല്ല അല്ലാഹുവേ കത്തിക്കാറുന്ന ഭയാനകരമായ പല വിഫലമായ കലാപാർത്തിയുണ്ട് കാലപ്പടിച്ച പുത്രവുണ്ട് വിളിച്ചുകൊണ്ട് മരിക്കുന്ന മരണത്തെ നൽകുന്ന അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നോക്കണേ അല്ലാഹുവിന്റെ നോട്ടം കൊണ്ട് നോക്കണേ